ഉൽപാദന പാർപ്പിട മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 28 കോടി 30 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അജിത് അവതരിപ്പിച്ചത്. 28 കോടി 30 ലക്ഷത്തി 72,660 രൂപ വരവും 27 കോടി 33 ലക്ഷത്തി 67,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അജിത് അവതരിപ്പിച്ചത്. മുൻകാലങ്ങളിലെ പോലെ വേദികൾ ഒട്ടനവധിയില്ല. ഇംഗ്ലീഷിനൊപ്പം മലയാളം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഈ ബഡ്ജറ്റിന്റെ പ്രധാന ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രധാന വരവുകൾ അത് വാസഗൃഹങ്ങളുടെ നികുതി ഇനത്തിൽ 27 ലക്ഷം രൂപയും ഗാർഹികേതര കെട്ടിട നികുതി ഇനത്തിൽ 16 ലക്ഷം രൂപയും ജീവനക്കാരുടെ തൊഴിൽ നികുതി ഇനത്തിൽ 9 ലക്ഷം രൂപയും സ്ഥാപനങ്ങളുടെ തൊഴിൽ നികുതി ഇനത്തിൽ 8 ലക്ഷം രൂപയും ഉൾപ്പെടെ മൊത്തം നികുതി 60 ലക്ഷം പ്രതീക്ഷിക്കുന്നു. ക്രമ നമ്പർ 5 മുതൽ 24 വരെ വിവിധ ഫീസുകളും യൂസർ ചാർജസും ഇനത്തിൽ 35,65,500 രൂപയും ക്രമ നമ്പർ 25 മുതൽ 30 വരെ വിൽപ്പനയും വാടകയും ഇനത്തിൽ 9,72,000 രൂപയും ക്രമ നമ്പർ 31 മുതൽ 39 വരെ വിവിധ റവന്യൂ ഗ്രാന്റുകൾ സംഭാവന CWST ഇനത്തിൽ 9,64,76,000 രൂപയും ഉൽപാദന മേഖലയ്ക്ക് 1 കോടി 86 ലക്ഷം രൂപയും സേവന മേഖലയ്ക്ക് 6 കോടി 29 ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 3 കോടി 45 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്ക് 2 കോടി 80 ലക്ഷം രൂപയും അംഗനവാടി പോഷകാഹാര പദ്ധതിക്കായി 2,30,000 രൂപയും പട്ടികജാതി വിവാഹ ധനസഹായത്തിന് 20 ലക്ഷം രൂപയും വകയിരുത്തി. വിജ്ഞാന കേരളം പദ്ധതിക്ക് 5 ലക്ഷം രൂപയും തെരുവുനായ നിയന്ത്രണത്തിന് 4 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതിക്കായി 14 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് J. അംബികാകുമാരി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.